CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തോമസ് കെ തോമസ് MLA-ക്കെതിരെ രൂക്ഷ വിമർശനം. കുട്ടനാട് MLA തെക്കും വടക്കും അറിയാത്തവനെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. കരാറുകാരിൽ നിന്ന് തോമസ് കെ തോമസ് MLA പണം വാങ്ങുന്നുവെന്നും വിമർശനമുയർന്നു. അതിനിടെ തന്റെ മകൻ കുറ്റക്കാരനല്ലെന്നും ശരിയായ അന്വേഷണം നടത്താതെയാണ് മകനെതിരെ കഞ്ചാവ് കേസ് എടുത്തതെന്നും യു പ്രതിഭ MLA പറഞ്ഞു. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ, ഈ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനമൊപ്പം ഈ കുട്ടനാട് പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. CPM-നകത്തെ പ്രശ്നങ്ങൾ കൊണ്ട് വിമതർ ഒരു ഭാഗത്ത് ഒഴിഞ്ഞു പോയതാണ്. മാത്രമല്ല, ഈ NCP-യിൽ നിന്ന് ആ സീറ്റ് തിരിച്ചെടുക്കണം എന്നൊക്കെയുള്ള ഒരു ആവശ്യം സംബന്ധിച്ച് ചെറിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉയർന്നിട്ടുമുണ്ട്. ഒപ്പം യു പ്രതിഭ MLA-യുടെ വിശദീകരണം എപ്പോഴായിരുന്നു സമ്മേളനത്തിൽ? ഗോകുൽ, പാർട്ടിക്ക് വലിയ അടിത്തറയുള്ള ജില്ലയാണ് ആലപ്പുഴ. ഇവിടെ വിഭാഗീയ പ്രശ്നങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം 3 ദിവസവും മുഴുനീളമുണ്ട്. മുഖ്യമന്ത്രി 3 ദിവസവും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, ചർച്ച കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നല്ല ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഒന്നും അധികമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാരിനെതിരെ പോലും രൂക്ഷമായ വിമർശനങ്ങളില്ല. ആകെ ഉള്ളത് കയർ വകുപ്പ് മന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ പോലീസിനെതിരെയും വിമർശനമുണ്ട്. സാധാരണക്കാരന് പോലീസിന്റെ സേവനം ലഭ്യമാകുന്നില്ല. കയർ മേഖലയിലാണ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ കയർ മേഖല പക്ഷേ പൂർണ്ണമായി നശിച്ചു. ആ മേഖലയിലുള്ള തൊഴിലാളികളോട് എന്ത് വിശദീകരണം പാർട്ടി നൽകണം എന്നുള്ള കാര്യമടക്കമുള്ള ഒരു വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉള്ളത്. ഇനി NCP-യുമായി ബന്ധപ്പെട്ട നേരത്തെ തകഴി ഏരിയ സമ്മേളനത്തിൽ പോലും കുട്ടനാട് നിയോജകമണ്ഡലപ്പെടുന്ന തകഴി ഏരിയ കമ്മിറ്റിയും നേരത്തെ തന്നെ അവരുടെ സമ്മേളനത്തിൽ ഈ സീറ്റ് വാങ്ങിയെടുക്കണം, NCP-ക്ക് ഒരു വള്ളത്തിൽ പോലും ഇരിക്കാനുള്ള ആളില്ലാത്ത പാർട്ടിയാണ് ഈ NCP എന്നുള്ള കാര്യം വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ കുട്ടനാട്ടിലെ ഏരിയ കമ്മിറ്റി തന്നെ നേരിട്ട് മന്ത്രിക്ക് ഈ MLA-ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഈ കച്ചവടക്കാരനെ ഇനിയും താങ്ങേണ്ട ആവശ്യമില്ല, കോൺട്രാക്ടർമാരിൽ നിന്നും കരാറുകാരിൽ നിന്നും ഒക്കെ തന്നെ പണം വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള രൂക്ഷ വിമർശനം സ്ഥലം MLA-ക്കുണ്ട്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലടക്കം NCP-യിൽ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും അത് പാർട്ടിക്കകത്ത് തന്നെ വിഷയമാകുകയും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം തോമസ് കെ തോമസിനെ തള്ളി രംഗത്തെത്തിയിരുന്നു. അതിന് മുഖ്യമന്ത്രിക്ക് കൂടി പ്രശംസയുണ്ട്. അതായത് ഈ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചതിന് മുഖ്യമന്ത്രി പ്രശംസ അർഹിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളും പ്രതിനിധി അവിടെ ഉന്നയിച്ചു. ഇനി യു പ്രതിമയെ ബന്ധപ്പെട്ട മകന്റെ കഞ്ചാവ് കേസിലും സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാറില്ല. ആദ്യം സംഘടന ഓരോ ഏരിയ കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്ത് ആലോചിച്ച ശേഷം അവർക്ക് നൽകുന്ന സമയം അത് 1-2 പ്രതികൾ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും 1-2 പ്രതിനിധികൾ 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും സംസാരിക്കുക. പക്ഷേ ഇതിൽ വ്യക്തിപരമായ കാര്യം കൂടി ഉൾപ്പെടുത്തിയാണ് യു പ്രതിഭ തന്റെ വിമർശനം ഉന്നയിച്ചത്. മാധ്യമങ്ങൾക്കെതിരെ ആദ്യം വിമർശനം പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിലായിരുന്നു തന്റെ മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയത് മോൻ കുറ്റക്കാരനല്ല, ഇതിൽ ഈ ഉദ്യോഗസ്ഥരെ ശരിയായ രീതിയിൽ അന്വേഷിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മാധ്യമ പ്രവർത്തകർക്ക് ഈ വാർത്തകൾ ചോർത്തി നൽകുന്നുണ്ട്, തനിക്കെതിരെ വാർത്ത കൊടുത്തത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, വലതുപക്ഷ കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് തനിക്കെതിരെ തന്നെ ഇരയാക്കിയത് അടക്കമുള്ള ഒരു ഇരവാദമാണ് നിലവിൽ യു പ്രതിഭ പറഞ്ഞത്. ഇനി നാളെയാണ് ഇതിന്റെ മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ ചർച്ചകൾക്കെല്ലാം 15 ഏരിയ കമ്മിറ്റികൾ നൽകുന്ന വിമർശനത്തിനും അവരുടെ ചർച്ചകൾക്കും ഒക്കെ തന്നെ ഒരു മറുപടി നൽകുന്നത് നാളെയാണ്. ഗോകുൽ, ശരി. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി മുഴുനീള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. സംഘടന പ്രശ്നങ്ങളെ പറ്റിയുള്ള കാര്യമായ ചർച്ചകൾ ഇത്തവണ ആലപ്പുഴയിൽ ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്.